Hi students, അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3യിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എല്ലാമാണ് നോക്കിയത്. പിന്നും APD ഫോട്ടോ ഡിറ്റക്ടർ ആണ് നോക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ നോയ്സ് ഇൻ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് നോക്കും. Then optical receivers നോക്കും, ഐഡിയൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സും പിന്നെ ക്വാണ്ടം ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷനും. ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. പിന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നോക്കും, ബാൻഡ്വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ ആദ്യമേ നമ്മുടെ ഫോട്ടോ ഡയോഡിന്റെ ബാൻഡ്വിഡ്ത്തിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്താന്ന് നമ്മൾ അറിയണം. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് ടൈം ആണ്. ഡ്രിഫ്റ്റ് ടൈം ഓഫ് കെരിയേഴ്സ് ത്രൂ ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പൊ ഡിപ്ലീഷൻ റീജിയനിൽ കൂടെ കെരിയറിന് എന്തുമാത്രം സമയം എടുത്താണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഫാക്ടർ. ദെൻ ഡിഫ്യൂഷൻ ടൈം ഓഫ് ദ കെരിയേഴ്സ് ജനറേറ്റഡ് ഔട്ട്സൈഡ് ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പം ഒരു ടൈം ഉണ്ട് ഡിഫ്യൂഷൻ ടൈം. അതെന്ന് പറയുന്നത് കെരിയേഴ്സ് ഡിപ്ലീഷൻ റീജിയന്റെ വെളിയിൽ എന്താണ് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഡിഫ്യൂഷൻ ടൈം എന്ന് പറയുന്നത്. പിന്നെ ഒരു RC ടൈം കോൺസ്റ്റന്റ്, അതൊരു കപ്പാസിറ്റർ ആണ്, കപ്പാസിറ്റീവ് ഇഫക്റ്റ് ആണ് ഈ RC ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 എണ്ണത്തിനും 3 ഇക്വേഷൻസ് ഉണ്ട്, അത് നോക്കണം. അപ്പൊ ആദ്യമേ ഡ്രിഫ്റ്റ് ടൈം ഓഫ് ദ കെരിയർ ത്രൂ ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പൊ ഇതൊരു ലോങ്സ്റ്റ് ട്രാൻസിറ്റ് ടൈം ആണ്. ഇറ്റ് ഈസ് എ ലോങ്സ്റ്റ് ട്രാൻസിറ്റ് ടൈം. അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് T ഡ്രിഫ്റ്റ് എന്ന് വിളിക്കും. അതായത് കെരിയർ ഫുള്ള് ഡിപ്ലീഷൻ റീജിയൻ ട്രാവൽ ചെയ്ത് തീരാൻ എടുക്കുന്ന ടൈമാണ് T ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് W ആണെങ്കിൽ നമുക്ക് T ഡ്രിഫ്റ്റിന്റെ ഇക്വേഷൻ W/VD എന്ന് എഴുതാം, വേർ VD is the drift velocity. Time is equal to distance by velocity എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. T drift is equal to W/VD, where W is the width of the depletion region and VD is the drift velocity of the carrier. Okay. നെക്സ്റ്റ് ഡിഫ്യൂഷൻ ടൈം. ഡിഫ്യൂഷൻ ടൈം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു സ്ലോ പ്രോസസ് ആണ്. അതിപ്പോ ഒരു D ഡിസ്റ്റൻസ് ഡിഫ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T ഡിഫ്യൂഷൻ is equal to D² divided by 2DC, where is capital DC എന്ന് പറയുന്നത് is a minority carrier diffusion coefficient. അതൊരു കോൺസ്റ്റന്റ് ആണ്. D² എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പൊ T ഡിഫ്യൂഷൻ കിട്ടും. അപ്പൊ നമുക്കിപ്പോ ഒരു ഹൈ ഫോട്ടോ ഡയോഡ്, ഹൈ സ്പീഡ് ഉള്ള ഫോട്ടോ ഡയോഡ് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ കാരിയേഴ്സ് ഡിപ്ലീഷൻ റീജിയന്റെ ഉള്ളിലോ അതിന്റെ തൊട്ടടുത്തോ ജനറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ഫോട്ടോ കറണ്ട് ആയിട്ട് നമുക്ക് വെളിയിൽ കിട്ടത്തുള്ളൂ. അപ്പൊ ഹൈ സ്പീഡ് ഫോട്ടോ ഡയോഡിന് എന്ത് ചെയ്യണം, ഫോട്ടോ കാരിയേഴ്സ്, അതായത് ലൈറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന കാരിയർ ഷുഡ് ബി ജനറേറ്റഡ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ ഓർ നിയർ ടു ഇറ്റ്. അതിന്റെ വെളിയിലൊന്നും ഉണ്ടാവാൻ പാടില്ല. അടുത്തത് RC ടൈം കോൺസ്റ്റന്റ്. അതായത് നമ്മളിപ്പോ ഒരു ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്ന എപ്പോഴും റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ്. അപ്പൊ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ നമ്മൾ ഒരു ഡയോഡിനെ കണക്ട് ചെയ്യുമ്പോൾ, ഒരു PN ജംഗ്ഷൻ ഡയോഡിനെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ കണക്ക് കൂട്ടാം, ഒരു P റീജിയൻ, ദെൻ ഒരു ഡിപ്ലീഷൻ റീജിയൻ, ദെൻ ഒരു N റീജിയൻ. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം, ഒരു PN, അതായത് രണ്ട് ചാർജ്ഡ് പ്ലേറ്റ് ഒരു ഡൈഇലക്ട്രിക്കിന്റെ ഇടയ്ക്ക് വെച്ചിരിക്കുന്ന പോലെ, അതായത് രണ്ട് PN പ്ലേറ്റിനിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന അതേ ഒരു എഫക്റ്റ് ആയിരിക്കും ഒരു റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ തരിക. അപ്പൊ നമുക്ക് റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷനെ എന്തായിട്ട് അനലോഗി ആക്കാം, ഒരു കപ്പാസിറ്റർ ആയിട്ട് അനലോഗസ് ആക്കാൻ പറ്റും. അപ്പൊ ആ കപ്പാസിറ്ററിനെയാണ് നമ്മൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ജംഗ്ഷൻ കപ്പാസിറ്റൻസ് CJ. കണ്ടോ, സിജയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് εs × A/W, വേറെ εs എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. അതിന് നമുക്ക് ε0 × Ks എന്ന് വിളിക്കാം. വേറെ ε0 എന്ന് പറയുന്നത് എയറിന്റെ പെർമിറ്റിവിറ്റി ആണ്. Ks എന്ന് പറയുന്നത് എന്താണ്, സെമി കണ്ടക്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇനി A എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ലെയറിന്റെ ഏരിയ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് CJ ഒരു ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോ ഇതിനകത്ത് നമുക്ക് 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് T ഡ്രിഫ്റ്റ്, ഒന്ന് T ഡിഫ്യൂഷൻ, ഒന്ന് CJ. അതിൽ T ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ് ആണ്. സോ അതിന്റെ ഇഫക്റ്റ് വളരെ കുറവാണ്. സോ നമ്മൾ ടോട്ടൽ ബാൻഡ്വിഡ്ത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജംഗ്ഷൻ കപ്പാസിറ്റൻസ് നെഗ്ലിജിബിൾ ആണെന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്ത് കിട്ടും, 1/2π × T ഡ്രിഫ്റ്റ് എന്ന് കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ജംഗ്ഷൻ കപ്പാസിറ്റൻസും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ BM is equal to bandwidth is equal to 1/2π × T drift plus TRC എന്ന് കിട്ടും. വേറെ TRC എന്ന് പറയുന്നത് ആ ടൈം കോൺസ്റ്റന്റ് RC ആണ്. വിത്ത് C എന്ന് പറയുന്നത് CJ കപ്പാസിറ്റൻസ്. ഓക്കെ.
അടുത്തത് ഒപ്റ്റിക്കൽ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. പുതിയൊരു ടോപ്പിക്കാണ് ഒപ്റ്റിക്കൽ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ അതിനകത്ത് ആദ്യമേ കുറച്ച് ബ്ലോക്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്. ഫോട്ടോ ഡയോഡിലേക്കാണ് ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ വന്ന് വീഴുന്നത്. ദെൻ ഈ ഫോട്ടോ ഡയോഡിന് റിവേഴ്സ് ബയസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. ഫോട്ടോ ഡയോഡിൽ നിന്ന് അത് പോകുന്നത് പ്രീ ആംപ്ലിഫയറിലേക്കാണ്. അവിടെ നിന്ന് അത് ആംപ്ലിഫയറിലേക്ക് പോകും. അവിടെ ഒരു ഗെയിൻ കൺട്രോൾ ഉണ്ട്, AGC ഉണ്ട്, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ. ദെൻ അത് ഫിൽറ്ററിലേക്ക് പോകും. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസിഷൻ സർക്യൂട്ട് ആണ്. ഡിസിഷൻ സർക്യൂട്ടിനെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് റിക്കവറി സർക്യൂട്ട് ഉണ്ട്. ദെൻ അവിടെ നിന്ന് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ ബ്ലോക്ക് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിനുള്ള 3 ടാസ്കുകളുണ്ട്. ഒപ്റ്റിക്കൽ റിസീവർ മെയിൻലി ചെയ്യുന്ന 3 ടാസ്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ വരുന്ന ഒപ്റ്റിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക. ദെൻ ആ ഇലക്ട്രിക്കൽ എനർജീനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യുക. അതിനുശേഷം ഈ ആംപ്ലിഫൈ ചെയ്ത ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് ചെയ്യുക, പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ 3 പ്രോസസ് ആണ് ഒപ്റ്റിക്കൽ റിസീവർ ചെയ്യുന്നത്. ആദ്യത്തെ എലമെന്റ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഫോട്ടോ ഡിറ്റക്ടർ ആണ്. ആ ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്നത് പിന്നോ APD ആയിരിക്കും എടുക്കുന്നത്. ഒന്ന് ഈ പിൻ ആപ്ലിക്കേഷൻ അനുസരിച്ച് പിൻ ഡയോഡോ APD ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വരുന്ന ഒപ്റ്റിക്കൽ സിഗ്നലിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഈ ഒരു ഫോട്ടോ ഡിറ്റക്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിനകത്തുള്ള സെക്കൻഡ് എലമെന്റ് എന്തായിരുന്നു? പ്രീ ആംപ്ലിഫയർ. പ്രീ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ഫോട്ടോ കറണ്ടിനെ ഒരു വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ജസ്റ്റ് ആംപ്ലിഫൈ ചെയ്യുക. അതാണ് പ്രീ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തത് മെയിൻ ആംപ്ലിഫയർ. മെയിൻ ആംപ്ലിഫയറിലാണ് നമ്മുടെ പവർ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ മെയിൻ ആംപ്ലിഫയർ പ്രൊവൈഡ്സ് പവർ ആംപ്ലിഫിക്കേഷൻ ഫോർ ദ സിഗ്നൽ ഒബ്റ്റെയിൻഡ് ഫ്രം ദ പ്രീ ആംപ്ലിഫയർ. പ്രീ ആംപ്ലിഫയർ എന്ന് വരുന്ന സിഗ്നലിനെ പവർ ആംപ്ലിഫൈ ചെയ്യാന്നുള്ള ടാസ്ക് ആണ് ഈ മെയിൻ ആംപ്ലിഫയറിനുള്ളത്. അപ്പൊ മെയിൻ ആംപ്ലിഫയർ ആംപ്ലിഫിക്കേഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുന്നത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഇക്വലൈസറും കൂടെ നമ്മൾ വെക്കാറുണ്ട്. ആ ബ്ലോക്കിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഇക്വലൈസറും കൂടെ വരച്ച് ചേർക്കാം. ആംപ്ലിഫയർ കഴിഞ്ഞിട്ട് ഒരു ഇക്വലൈസർ നമ്മൾ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും നോയ്സ് കൊണ്ടുണ്ടാകുന്ന ഡിസ്റ്റോർഷൻ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനും, പിന്നെ സിഗ്നലിന്റെ ഷേപ്പ് എവിടെ വെച്ചെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ച് റീഷേപ്പ് ചെയ്ത് പ്രോപ്പർ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇക്വലൈസർ വെക്കുന്നത്. ഇനി നാലാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഫിൽട്ടർ ആണ്. അപ്പൊ ഫിൽട്ടർ എന്തിനാ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നോയ്സ് റിമൂവലിനാണ്. നോയ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അപ്പൊ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിസീവറിന്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് ചെറിയൊരു സിഗ്നൽ വന്നാൽ പോലും റിസീവർ അത് പിടിച്ചെടുക്കും. അതാണ് റിസീവർ സെൻസിറ്റിവിറ്റി, അതും ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇന്റർ സിമ്പിൾ ഇന്റർഫിറൻസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് അടുത്തടുത്ത് വരുന്ന സിമ്പിൾസ് തമ്മിൽ ഇന്റർഫിയർ ചെയ്യുന്ന പ്രോസസ് ആണ് ISI അല്ലെങ്കിൽ ഇന്റർ സിമ്പിൾ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയും ഈ ഒരു ഫിൽട്ടർ കുറയ്ക്കും. അടുത്ത ഫിഫ്ത് എലമെന്റ് എന്ന് പറയുന്നത് ഡിസിഷൻ ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഡിസിഷൻ സർക്യൂട്ട് എന്ന്. നമ്മൾ DC പഠിച്ചതാണ് ഡിസിഷൻ ഡിവൈസ്. ഡിസിഷൻ ഡിവൈസ് എന്താണ് ചെയ്യുന്നത്? ഡിസിഷൻ ഡിവൈസ് ഒരു ലോജിക്കൽ മീനിങ് കൊടുക്കും. അതായത് റിസീവ്ഡ് സിഗ്നൽ അല്ലെങ്കിൽ പൾസിനെ കറസ്പോണ്ടിങ് 10 ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഡിസിഷൻ ഡിവൈസ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഡിസിഷൻ ഡിവൈസിനകത്ത് ഒരു ത്രെഷോൾഡ് വാല്യൂ വോൾട്ടേജ് കാണും. അപ്പൊ റിസീവ്ഡ് സിഗ്നലിനെ ആ ത്രെഷോൾഡ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആണ് നമ്മൾ 1 ആണോ 0 ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് റിസീവ്ഡ് സിഗ്നലിനെ ആദ്യം ഒരു ത്രെഷോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് റിസീവ്ഡ് സിഗ്നൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് ദ ഡിസിഷൻ ഡിവൈസ് പ്രെഡിക്റ്റ് ഇറ്റ് ആസ് ഹൈ ഓർ ലോജിക് 1. ഇപ്പോ റിസീവ്ഡ് സിഗ്നൽ ബിലോ ത്രെഷോൾഡ് ആണെങ്കിൽ ദെൻ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇത് അറിയാൻ വേണ്ടിയിട്ട്, അതായത് റിസീവ്ഡ് സിഗ്നലിനെ നമ്മൾ ഓരോ ഇന്റർവെല്ല് വെച്ചിട്ടാണ് ത്രെഷോൾഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതായത് ബിറ്റ് ഇന്റർവെല്ലാണ് ത്രെഷോൾഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ബിറ്റ് ഇന്റർവെല്ല് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സാമ്പിൾ ചെയ്യാൻ യൂസ് ചെയ്ത ക്ലോക്കിനെ എന്ത് ചെയ്യും? ഇവിടെ റിക്കവർ ചെയ്ത് നോക്കും. അതായത് ആ ക്ലോക്കിന്റെ ഇന്റർവെല്ല് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും സാമ്പിൾ ചെയ്ത് ത്രെഷോൾഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ക്ലോക്ക് റിക്കവറി സർക്യൂട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ട്രാൻസ്മിറ്ററിൽ സാമ്പിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അതേ ക്ലോക്ക് സിഗ്നലിനെ ഇവിടെ ജനറേറ്റ് ചെയ്ത് അസിസ്റ്റൻസ് കൊടുക്കും. ആർക്കാ? ഈ ഒരു ഡിസിഷൻ ഡിവൈസിന്. അപ്പൊ ഈ ക്ലോക്ക് അനുസരിച്ചായിരിക്കും ഓരോ ബിറ്റ് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ത്രെഷോൾഡുമായിട്ട് കമ്പയർ ചെയ്ത് ഹൈ ആണോ ലോ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയുമാണ് ഫോട്ടോ റിസീവർ, ഒപ്റ്റിക്കൽ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് പഠിക്കാനുള്ളത്. അതൊരു essay ക്വസ്റ്റ്യൻ ആണ്, ഒപ്റ്റിക്കൽ റിസീവറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അടുത്തത് ക്വാണ്ടം ലിമിറ്റ് ഓഫ് ഫോട്ടോ ഡിറ്റക്ടർ.
ക്വാണ്ടം ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം പൾസ് എനർജി റിക്വയർഡ് ഫോർ എ സ്പെസിഫിക് ബിറ്റ് എറർ റേറ്റ്. അപ്പൊ ഒരു ബിറ്റ് എറർ റേറ്റ്, എറർ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിറ്റ്സ് പെർ എറർ, അതായത് ഒരു ബിറ്റിന്റെ എറർ ആണ് ബിറ്റ് എറർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ബിറ്റ് എറർ റേറ്റിന് വേണ്ടിയിട്ടുള്ള മിനിമം എനർജീനെയാണ് നമ്മൾ ക്വാണ്ടം ലിമിറ്റ് ഓഫ് ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എററിന് ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് എറർ പി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എൻ ബാർ. എൻ ബാർ ആണ്. എൻ ബാർ ഇവിടെ ഇടാൻ എനിക്ക് പറ്റിയില്ല. എൻ ബാർ ഉണ്ട്. വേറെ എൻ ബാർ എന്ന് പറയുന്നത് ആവറേജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ ബിറ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് മിനിമം പൾസ് എനർജി കിട്ടാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എൻ ബാർ ഇൻറ്റു എച്ച് ന്യൂ ബൈ ഈറ്റ. എൻ ബാർ ഇൻറ്റു എച്ച് ന്യൂ ബൈ ബീറ്റ. അതിനകത്ത് ഈറ്റ, അതിനകത്ത് എൻ ബാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താണ്? ആവറേജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ ബിറ്റ്. ഈറ്റ എന്ന് പറയുന്നത് ക്വാണ്ടം എഫിഷ്യൻസി. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ന്യൂ ഫ്രീക്വൻസി. ഇനി അടുത്തത് ഇക്വലന്റ് സർക്യൂട്ട് ആണ്. ഒപ്റ്റിക്കൽ റിസീവറിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സിമ്പിൾ ഇക്വലന്റ് സർക്യൂട്ട് ആണ്. ഇതിനകത്ത് ഒരു ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ട്. ഫോട്ടോ ഡയോഡിലോട്ട് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യും. ആ കറണ്ടിനെ നമുക്ക് വോൾട്ടേജ് ആക്കി എടുക്കണമെങ്കിൽ ഈ RL നിന്ന് ഔട്ട് എടുക്കാം. അല്ല ആംപ്ലിഫൈ ചെയ്ത് വെളിയിൽ എടുക്കണമെങ്കിൽ ഈ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ഫോട്ടോ ഡയോഡ് ഇതെന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് ഓഫ് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഒപ്റ്റിക്കൽ റിസീവർ. അപ്പൊ ഇതിനകത്ത് ഫോട്ടോ ഡയോഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ഈ CD, RL, RA, CA അതുപോലെ തന്നെ RS ഇതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട് RS എന്ന് പറയുന്നത് ശരിക്കും ഒരു സീരീസ് റെസിസ്റ്റൻസ് ആണ്. ഇനി ഈ CD, ഇവിടെ കാണുന്ന ഈ CD എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ്. അതിനകത്ത് വരുന്നത് ജംഗ്ഷൻ കപ്പാസിറ്റൻസും പാക്കേജിംഗ് കപ്പാസിറ്റൻസും കൂടെ ചേരുന്ന ഒരു ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് CD. പിന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട് RL. പിന്നെ ഇതിനകത്ത് വേറെ രണ്ട് റെസിസ്റ്ററും കപ്പാസിറ്ററും ഉണ്ട്, RAയും CAയും. അതെന്ന് പറയുന്നത് ഈ ആംപ്ലിഫയറിനെ കറസ്പോണ്ട് ചെയ്യുന്ന ആംപ്ലിഫയറിന്റെ അകത്തുള്ള റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ആണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ആംപ്ലിഫയർ. അടുത്തത് ഫോട്ടോ ഡിറ്റക്ടറിലെ നോയ്സ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ഒപ്റ്റിക്കൽ റിസീവർ. ഇനി അടുത്തത് ഫോട്ടോ ഡിറ്റക്ടറിലെ നോയ്സ് ആണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമുക്ക് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് നോയ്സ് ഇക്വലന്റ് പവർ, രണ്ടാമത്തത് ഡിറ്റക്ടിവിറ്റി, മൂന്നാമത്തത് സ്പെസിഫിക് ഡിറ്റക്ടിവിറ്റി എന്ന് പറയും. അതിൽ നോയ്സ് ഇക്വലന്റ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിനിമം ഇൻസിഡന്റ് പവർ ഓൺ എ ഫോട്ടോ ഡയോഡ്. അതായത് മിനിമം ഇൻസിഡന്റ് ലൈറ്റ് ആയിരിക്കണം ടു ജനറേറ്റ് എ ഫോട്ടോ കറന്റ് ഈക്വൽ ടു ദ ടോട്ടൽ ഫോട്ടോ ഡയോഡ് നോയ്സ് കറന്റ്. അപ്പം നമുക്ക് വെട്ടമില്ലാത്ത പോലെ ലൈറ്റ് കൊടുക്കാത്തപ്പോൾ ഉള്ള ഒരു നോയ്സ് കറന്റ് ഉണ്ട് ഫോട്ടോ ഡയോഡിന്റെ നോയ്സ് കറന്റ് ഉണ്ട്. അപ്പൊ ആ നോയ്സ് കറണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഫോട്ടോൺ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ എന്തുമാത്രം ലൈറ്റ് ഫോട്ടോ ഡയോഡിൽ ഇൻസിഡന്റ് ആക്കണം, ആ പവർ ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോയ്സ് ഇക്വലന്റ് പവർ എന്ന് വിളിക്കുന്നത്. അതിന് ഇക്വേഷൻ ഉണ്ട്, RMS നോയ്സ് കറണ്ട് ഡിവൈഡഡ് ബൈ ഫോട്ടോ ഡയോഡ് സെൻസിറ്റിവിറ്റി. ഈ ഒരു നോയ്സ് ഇക്വലന്റ് പവർ കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് പറയുന്നത് ബാൻഡ്വിഡ്ത്ത്, മെഷറിംഗ് സിസ്റ്റത്തിന്റെ ബാൻഡ്വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിറ്റക്ടറിന്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് നോയ്സ് ഇൻ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ്. പല ടൈപ്പ് നോയ്സുകൾ ഉണ്ട് ഇതിനകത്ത്. ഷോർട്ട് നോയ്സ് ഉണ്ട്, ഡാർക്ക് കറണ്ട് ഉണ്ട്, ദെൻ ഷോർട്ട് നോയ്സ് ഡ്യൂ ടു ഫോട്ടോ കറണ്ട് ഉണ്ട്, ജോൺസൺ നോയ്സ് ഉണ്ട്, പിന്നെ ഫ്ലിക്കർ നോയ്സ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഓരോ നോയ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഷോർട്ട് നോയ്സ്. ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത് റിവേഴ്സ് ലീക്കേജ് കറണ്ട് കൊണ്ടുണ്ടാവുന്ന നോയ്സ് ആണ്. അതായത് മൈനോറിറ്റി ചാർജ് കെരിയേഴ്സ് കൊണ്ടുണ്ടാവുന്ന നോയ്സ് ആണ് എന്ത്? ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത്. അതിന് ഇക്വേഷൻ ഉണ്ട് 2 × E × ID × B the whole raised to half. അതായത് √2EID × B. അതിൽ IS എന്ന് പറയുന്ന ഷോർട്ട് നോയ്സിന്റെ നൊട്ടേഷൻ ആണ്. E is the electronic charge എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളം. ദെൻ B എന്ന് പറയുന്ന ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി സിസ്റ്റം ആണ്. ID എന്ന് പറയുന്നത്
ഡാർക്ക് കറണ്ട്. ഡാർക്ക് കറണ്ട് നമുക്കറിയാം എന്താണ്, ലൈറ്റ് കൊടുക്കാത്തപ്പോ അതിനകത്ത് തനി ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ഡാർക്ക് കറണ്ട്. അടുത്ത നമ്മൾ അത് തന്നെയാണ് നോക്കുന്നത്, ഡാർക്ക് കറണ്ട്. ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത് മേജർ സോഴ്സ് ഓഫ് നോയിസ് ആണ് ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലൈറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത കണ്ടീഷനിൽ തനിയെ എന്ത് ചെയ്യും, കുറച്ച് ഫോട്ടോ കറണ്ട് അല്ല, തനിയെ കുറച്ച് കറണ്ട് ജനറേറ്റ് ചെയ്യും. ആ ഒരു കറണ്ട് ശരിക്കും നമുക്ക് അഡ്വാൻറ്റേജ് അല്ല, അത് നോയിസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നോ ലൈറ്റ് കറണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഡാർക്ക് കറണ്ട്. ഇനി ജോൺസൺ നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഷണ്ട് റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന, പാരലി കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന നോയിസ് ആണ്. അതല്ലെങ്കിൽ തെർമൽ നോയിസ് എന്നും പറയും ഇതിന്. ഓക്കെ, ജോൺസൺ നോയിസ് ഓർ തെർമൽ നോയിസ്. അതിന് ഇക്വേഷൻ ഉണ്ട്, IJ is equal to 4kTB by R shunt the whole raised to half. അതിൽ IJ is the Johnson current, K is the Boltzmann constant, T is the temperature in Kelvin, R shunt resistance and B is the bandwidth. അപ്പൊ ടോട്ടൽ നോയിസ് കറണ്ട് നമുക്ക് എന്താന്ന് വിളിക്കാം? ടോട്ടൽ നോയിസ് കറണ്ടിനെ ഞാൻ IN എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ഷോർട്ട് നോയിസിന്റെ സ്ക്വയർ പ്ലസ് ജോൺസൺ നോയിസിന്റെ സ്ക്വയർ, ഇതിന്റെ റൂട്ട്. അതായത് റൂട്ട് ഓഫ് ഷോർട്ട് നോയിസ് സ്ക്വയർ പ്ലസ് ജോൺസൺ നോയിസ് സ്ക്വയർ ആണ് ടോട്ടൽ കറണ്ട്. ഇനി NEP എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഈ നോയിസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് R. അടുത്തത് ഡിറ്റക്ടിവിറ്റി. ഡിറ്റക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് NEP ആ. ഡിറ്റക്ടിവിറ്റി ഇസ് ദി 1 by നോയിസ് ഇക്വലന്റ് പവർ. അതിൽ നിന്ന് തന്നെ നമുക്ക് സ്പെസിഫിക് ഡിറ്റക്ടിവിറ്റി പഠിക്കാം. D സ്റ്റാർ എന്നാണ് പറയുന്നത്, which is equal to D into A raised to half. അതായത് D into root of A. A is the area. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ലെക്ചർ നോട്ട് എഴുതിയിട്ട് എനിക്ക് ഷെയർ ചെയ്യുക മെയിൽ വഴി.